ഇന്ന് നല്ല എളുപ്പത്തിലൊരു ഉള്ളി ബജി റെസിപ്പി കണ്ടാലോ. അപ്പം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ സബോളയിലേക്ക് കുറച്ച് പച്ചമുളക്, കറിവേപ്പില, പൊടിയായി അരിഞ്ഞ ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് കേട്ടോ ഇട്ടിട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അത് കുറേ കഴിയുമ്പോൾ അതിന്നിങ്ങനെ വെള്ളം വാർന്ന് വരുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കടലമാവും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ജസ്റ്റ് ആ ഉള്ളി തമ്മിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടുള്ള അത്ര കടലമാവേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. ഇനി വെള്ളം മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ കളർ മാറുന്ന വരെ നമ്മൾ റെഡിയാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായി അതിൽ നിന്ന് വറുത്ത് കോരുക. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഉള്ളി ബജി സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നോക്കി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊരു സോഫ്റ്റ് ആണെന്നാൽ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളി ബജി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ബൈ.